താര കവളപ്പാറയിൽ 57 പേർ, പുത്തുമലയിൽ 17 പേർ, കൂട്ടിക്കലിൽ പിന്നെയും എന്ന് പറഞ്ഞാൽ മഴ പെയ്യും പോലെയോ വെയിൽ വരും പോലെയോ നമ്മുടെ ചാക്രിക പ്രതിഭാസം എന്ന ഒട്ടിൽ ഓരോ വർഷവും ഉരുൾപൊട്ടൽ വരുന്നു. ഇത്തവണ വന്ന ഉരുൾപൊട്ടൽ 400 പേർ പോകുന്നു. ഇനി ഇത്തരത്തിൽ കൊടിയ വേദനകൾ, കുരുന്നു കുഞ്ഞുങ്ങളുടെ അടക്കം ശവങ്ങൾ കാണാനുള്ള കരുത്ത് കേരളത്തിലില്ല. ഡോക്ടർ താര, ഇപ്പോൾ ഇതിനുശേഷമുള്ള ഈ മേഖലയെ പുനരധിവസിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമല്ലേ ഇനി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഉണ്ടാവില്ലെന്ന് പറയാൻ കഴിയില്ല, ഉണ്ടായാൽ തന്നെ മരണമുണ്ടാവരുത് എന്നുറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? ഇപ്പോൾ കിട്ടുന്ന ഈ തുകയിൽ നടക്കം ആ പ്രിപ്പയർഡ്നെസ്സിന് കൂടി തുല്യ പ്രാധാന്യം നൽകേണ്ടതല്ലേ ഡോക്ടർ താര? തീർച്ചയായിട്ടും വേണം. ഇതിലെ ഒരു ഏറ്റവും മുഖ്യമായ പങ്ക് നമ്മൾ ദുരന്തം വരാതെ നോക്കുകയും ദുരന്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലഘൂകരണ പ്രവർത്തനങ്ങളും പ്രാമുഖ്യം കൊടുക്കുകയും ആണ് ചെയ്യേണ്ടത്. അതിൽ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ട്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, NDRF എന്ന് പറയും. അത് ഇപ്പോൾ ഈ കൊല്ലം എനിക്ക് തോന്നുന്ന 298 കോടി രൂപയാണ് നമുക്ക് അലോട്ട്മെൻറ്റ്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ 5 കൊല്ലത്തേക്കാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ കൊല്ലത്തെ അലോട്ട്മെൻറ്റ് 298 കോടി രൂപയാണ്. അപ്പോൾ ഇത് പ്രതികരണ ഫണ്ടാണ്. അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് പ്രതികരണത്തിന് മാത്രമേ, അതായത് ദുരന്തം വന്നു കഴിഞ്ഞാൽ പ്രതികരണത്തിന് ഉപയോഗിക്കുക, രക്ഷാപ്രവർത്തനം, റിലീഫ് ക്യാമ്പുകൾ നടത്തുമ്പോഴുള്ള ചില മാനദണ്ഡങ്ങൾ, ഇതൊക്കെ വളരെ കർക്കശമായ മാനദണ്ഡങ്ങൾ അതിനകത്തുണ്ട്. ചെളി വന്നടിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൃഷിയിടങ്ങളിൽ ചെളി വന്നു കഴിഞ്ഞാൽ അടിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ഫണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് അതാത് സർക്കാരുകൾ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ ഇതിനകത്ത് ഒരു എഴുതി വച്ചിട്ടുണ്ട്, മിറ്റിഗേഷൻ ഫണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്കൊരു സഹായം ആണ് വാസ്തവത്തിൽ വേണ്ടത്. അതായത് ഇപ്പം കേന്ദ്രത്തിനോട് നമ്മൾ വളരെ കേന്ദ്രം നമ്മളോട് അനുതാപപൂർവം ഒരു വീക്ഷണത്തോടു കൂടി തന്നെ, അതേ വീക്ഷണത്തോടു കൂടി തന്നെ ഒരു കാര്യം തീരുമാനിക്കേണ്ടത്, ഇതൊരു സ്പെഷ്യൽ പാക്കേജായിട്ട് നമുക്ക് ഈ സഹായം കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ അത് ദേശീയ ദുരന്തമാണോ അതോ L4 ആണോ എന്നുള്ള തർക്കങ്ങളിൽ നമ്മൾ ഇതിപ്പം പ്രധാനമന്ത്രി അദ്ദേഹം വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കി പോകുന്ന ഒരു ദുരന്തമാണ്. ഇത്രയും വ്യാപ്തിയുള്ള ഇത്രയും മാസീവ് ഒരു ഡിസ്ട്രക്ഷൻ, ഇത്രയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടം കാണാൻ കഴിയില്ല തന്നെ. ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ ഈ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ ഈ ദുരന്തമാണ്. ഇത്രയും ജനസംഖ്യയുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് അത് വലിയ പ്രത്യാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സങ്കടക്കടലിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഒരു ആലോചനയ്ക്കും ഇട നൽകാത്ത വിധം ഒരു സ്പെഷ്യൽ പാക്കേജ് കേന്ദ്രമന്ത്രിസഭ നമുക്ക് അത് അനൗൺസ് ചെയ്യുക തന്നെ, പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്, നമ്മൾ ആശിക്കുന്നത്. കാരണം ഇനി അവിടെ ഈ ആളുകൾക്ക് താമസിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത് വരുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഈ ഷെൽട്ടറുകളിൽ താമസിക്കുന്ന സുരക്ഷ, ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യം അവർക്ക് ഈ വാസസ്ഥലമാണ്. അപ്പോൾ ആ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ഒരു കരുതൽ അവിടെയും വേണം. ഈ നടന്ന സ്ഥലത്ത് വീണ്ടും വീട് കൊണ്ടുവയ്ക്കുന്നത് ഒട്ടും ഒരു ആശാസ്യമായ കാര്യമല്ല. കാരണം അത് വീണ്ടും തെളിയിച്ചതാണ് അവിടെ അപകട മേഖലയാണ്. 1984 വന്നു, 2000 വന്നു, 2024 വന്നു. അപ്പോൾ അവിടെ മറ്റുള്ള കാര്യങ്ങൾക്കായി മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ വളരെ നമ്മൾ വൈകാരികമായി അതിനോട് പ്രതികരിക്കാൻ നമ്മൾ നിൽക്കരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ സ്കൂള് നിന്നിരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ആ സ്കൂള് വേണം എന്നൊക്കെ നമ്മൾ വൈകാരികമായി പ്രതികരിക്കാമെങ്കിലും അത് വളരെ അപകട മേഖലയാണ്. ഈ വെള്ളം ഒഴുകി വരുമ്പോൾ നദിയുടെ ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയും, വെള്ളം കയറി വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഈ മല പൊട്ടി വരുമ്പോൾ അങ്ങനെയുള്ള ഒഴുക്കിൽ പെട്ടുപോകാൻ പറ്റുന്ന അപകട സാധ്യതാ മേഖലയിലാണ് ആ സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ വീണ്ടും അവിടെ തന്നെ നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് ഒഴിവാക്കണം. ഇനി വീട് വയ്ക്കുമ്പോൾ കുറച്ച് അല്ലാത്ത സ്ഥലം നമ്മൾ കണ്ടെത്തണം. ആ സ്ഥലത്തേക്ക് മാറാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാകണം. അവിടെ വയ്ക്കുന്ന വീടുകൾ ഒന്നിലേറെ ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള തലത്തിൽ
ദുരന്ത പ്രതിരോധ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുണ്ട്, അതിനനുസരിച്ച് കിട്ടുകയും വേണം. ഇപ്പോൾ 1999 ഈ ഉരുൾപൊട്ടലിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ ഒന്ന് നിയന്ത്രിക്കാനുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ 1999 തന്നെ UPA സർക്കാർ ഭരിക്കുമ്പോഴാണ്. അപ്പോൾ അത് എന്നാണ് എൻ്റെ ഓർമ്മ, അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ 2005 നാഷണൽ ബിൽഡിംഗ് കോഡ്, ദേശീയ ഈ കെട്ടിട നിർമ്മാണ ചട്ടം അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കോഡുകളാണ് പ്രമുഖമായിട്ട് നമ്മൾ നോക്കേണ്ടത്. 2000 ഈ എന്ത് തരം മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ എന്ത് തരം നിർമ്മാണ സാമഗ്രികളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്ത് ഡിസൈനാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗൈഡ് ലൈൻസ്. അതിനെ കേരളത്തിന് അനുസൃതമായ രീതിയിൽ പരിഷ്കരിച്ച് നമ്മൾ അവിടെ വീട് വയ്ക്കുകയാണെങ്കിൽ ഇതും കൂടി ഉൾപ്പെടുത്തി വേണം നമ്മൾ. അതുകൊണ്ട് എല്ലാം ചിലപ്പോൾ എന്താണ് സുരക്ഷിതമായോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആഘാത സാധ്യത കുറച്ച് കുറഞ്ഞ ഭാഗം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. അതിന് ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഈ ഘടകങ്ങൾ എടുക്കണം, ഈ അതായത് സ്ലോപ്പ്, ചെരിവ് എടുക്കണം, മണ്ണിൻ്റെ കനം എടുക്കണം, അവിടെ വിള്ളലുണ്ടോ എന്നുള്ളത് പഠിക്കണം. ഇതെല്ലാം പഠിക്കാൻ എന്തെല്ലാം എടുക്കണം ഘടകങ്ങൾ എന്നുള്ള ഇവരുടെ ഒരു ശാസ്ത്രലോകത്തിൻ്റെ ഒരു സമ്മതി ആദ്യം തേടിക്കൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സർവേ നടത്താൻ സാധിക്കും. GSI ആണ് അതിൻ്റെ നോഡൽ ഏജൻസി, കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകൃത ഏജൻസി എന്ന് പറയുന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. അവരെയും നമ്മുടെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും യൂണിവേഴ്സിറ്റികളിലെ ജിയോളജി അധ്യാപകരെയും വിദ്യാർത്ഥികളും ജോഗ്രഫി എല്ലാവരെയും വിളിച്ചുകൊണ്ട് നമ്മൾ ആ സർവേ വളരെ പെട്ടെന്ന് വളരെ സൂക്ഷ്മതലത്തിൽ പോകാൻ നമുക്കൊരു പക്ഷേ സമയമുണ്ടാവില്ല, പക്ഷേ ആ സർവേ നടത്തി സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ഉപയോഗിച്ച് ആ വീടുകൾ വയ്ക്കേണ്ടി വരും. അതാണ്